ഈ വീഡിയോയിൽ നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷനെ പറ്റിയാണ് പറയുന്നത്. മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറഞ്ഞു കഴിയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ് നമ്മുടെ മോഡൽ പാരാമീറ്റേഴ്സിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പം ഈ മോഡൽ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ആയിരിക്കും ഏത് പാരാമീറ്റർ വാല്യൂ ആണ് നമ്മുടെ ട്രെയിനിങ് ഡേറ്റയിൽ മോസ്റ്റ് ലൈക്ലി ടു ഒക്കർ എന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ ആയിരിക്കും. ഇവിടെ ഈ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് തീറ്റ ഇൻ ഡേറ്റ ഇസ് ഈക്വൽ ടു തീറ്റ റേസ് ടു എച്ച് ഇൻറ്റു 1 മൈനസ് തീറ്റ റേസ് ടു ടി. ഇവിടെ ഈ എച്ചും ടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോയിൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഹെഡ് ആൻഡ് ടെയിൽ, ആ ഒരു ബേസിസിലാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അത് ഈ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. പിന്നെ അതേപോലെ നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് തീറ്റയാണ് മാക്സിമം വരുന്നത്, മാക്സിമം വാല്യൂ തരുന്നത് എന്ന് നമ്മൾ എഴുതുന്നതാണ് ഈ ഒരു ഫോമിൽ. ഓക്കെ, നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം. സപ്പോസ് വി ടോസ് ദ കോയിൻ 10 times ആൻഡ് ഒബ്റ്റെയിൻഡ് ഹെഡ് ഈക്വൽ ടു 4 ആൻഡ് ടെയിൽ ഈക്വൽ ടു 6. അത് നമ്മളൊരു കോയിൻ എത്ര തവണ ടോസ് ചെയ്തു? 10 times ടോസ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 4 times ഹെഡും 6 times ടെയിലും കിട്ടി. ആ ഒബ്സർവ്ഡ് ഡേറ്റയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, 4 heads ആൻഡ് 6 tails. ഇനി ഈ വാല്യൂസ് നമ്മുടെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഒരു കോയിൻ ടോസിൻ്റെ അല്ലെങ്കിൽ നമുക്കിങ്ങനെ പ്രോബ്ലം ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ആ ക്വസ്റ്റ്യനിലെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇവിടെ എൻ ഓഫ് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യന് ആദ്യം നമ്മൾ ഈ എന്നും എക്സും തീറ്റയും കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് സോൾവ് ചെയ്ത് ആൻസർ കിട്ടും. ഇവിടെ ഈ എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ ഡേറ്റ, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒബ്സർവ്ഡ് ഡേറ്റ. അതായത് ഇവിടെ 4 heads 6 tails കിട്ടി, അതാണ് ഇവിടെ എഴുതുന്നത്. ഇനി തീറ്റ എന്ന് പറയുന്നത് നമുക്ക് മേ ബി ക്വസ്റ്റ്യനിൽ തരാം കുറച്ച് സെറ്റ് ഓഫ് തീറ്റാസ് വാല്യൂ. ഇവിടെ ഞാൻ ആ വാല്യൂസ് ഇപ്പോൾ നമുക്ക് തീറ്റ ഈക്വൽ ടു 0.2 ആദ്യമേ കണ്ടുപിടിക്കാം. അതിനുശേഷം 0.4, 0.6, 0.3, 0.8 ഇത്രയും വാല്യൂസ് കണ്ടുപിടിക്കാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മൾ ഈ തീറ്റയുടെ വാല്യൂസ് ഇങ്ങനെ ഓരോ തവണ ഓരോരോ തീറ്റ വാല്യൂസ് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ ഏതിനാണോ മാക്സിമം വാല്യൂ വരുന്നത് അതായിരിക്കും നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഫൈനൽ ആൻസറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യമേ എൻ എന്താണെന്ന് നോക്കാം. എൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ ടോസ്, ഇവിടെ ടോട്ടൽ ടോസ് എത്രയാണ്? 10 ആണ് അല്ലേ? അപ്പം എന്നിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരിക്കും. എക്സ് നമ്പർ ഓഫ് ഹെഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിപ്പം ഒരു ഫുട്ബോളിൻ്റെ കാര്യമാണെങ്കിൽ നമ്മളിപ്പോൾ അടിച്ച ഗോളുകൾ വെച്ചാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ എങ്ങനെ എടുക്കും? മിസ്സായ ഗോളുകളായിരിക്കും നമ്മൾ ടെയിലിൽ എന്നുള്ള രീതിയിൽ എടുക്കുന്നത്. നമുക്ക് അച്ചീവ് ചെയ്ത ഗോൾസ് അതായിരിക്കും നമ്മളിവിടെ എക്സ് ആയിട്ട് എടുക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പം ഇവിടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? നമ്പർ ഓഫ് ഹെഡ്സ് 4 heads ആണുള്ളത്. ഇനി തീറ്റ എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ദ ഹെഡ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ 0.2 ചെയ്യാം. അപ്പോൾ എങ്ങനെ എഴുതും? പി ഓഫ് 4 heads ആൻഡ് 6 tails. തീറ്റ എത്രയാണ്? 0.2 ആണ് നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത്. ഇനി എന്ന് പറയുന്നത് എത്രയാണ്? 10. എക്സ് എവിടെ എത്ര ഇട്ടിരിക്കുന്നത്? 4. ഇനി തീറ്റ റേസ് ടു എക്സ്, നമ്മൾ തീറ്റ എത്ര എവിടെ എടുത്തേക്കുന്നത്? 0.2 റേസ് ടു എക്സ്. എക്സിൻ്റെ വാല്യൂ 4 ആണെന്ന് നമുക്ക് കിട്ടി. ഇനി 1 മൈനസ് തീറ്റ റേസ് ടു എൻ മൈനസ് എക്സ്. 1 മൈനസ് തീറ്റ 0.2 നമ്മൾ 1 മൈനസ് ചെയ്യുമ്പം നമുക്കറിയാം 0.8 ആണ് നമുക്ക് കിട്ടുക. റേസ് ടു എൻ മൈനസ് എക്സ്. എൻ എന്ന് പറയുന്നത് 10 ആണ്, എക്സ് എന്ന് പറയുന്നത് 4 ആണ്. 10 മൈനസ് 4 എന്ന് പറയുന്നത് 6 ആയിരിക്കും. ഇങ്ങനെ എഴുതുന്നത് ശരിക്കും എന്താണ്? 10c4 എന്നാണ് വരുന്നത്. ഇത് നമുക്ക് കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. NC4 എന്ന് പറയുന്നത് 210 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ 210 ഇൻറ്റു 0.2 റേസ് ടു 4 ഇൻറ്റു 0.8 റേസ് ടു 6. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.088 എന്നായിരിക്കും നമുക്ക് കിട്ടുക. ഇത് നമ്മൾ 0.2ൻ്റെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി അതേപോലെ നമ്മൾ 0.4ൻ്റെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ എന്തൊരു 10, 4. ഈ തീറ്റയുടെ വാല്യൂ മാറിയിട്ട് എന്താവും? 0.4 റേസ് ടു 4 ആൻഡ് 1 മൈനസ് തീറ്റ. 1 മൈനസ് 0.4, 0.6 റേസ് ടു 6. എന്നിട്ട്
അതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എഴുതണം. അപ്പോൾ നമുക്ക് 0.25082 ഇങ്ങനെ കിട്ടും. ഇനി ഇതേപോലെ നമ്മൾ ഓരോരോ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുക. 0.6 വരുമ്പോഴത്തേക്കിന് എത്ര വരിക? 0.111 എന്നായിരിക്കും കിട്ടുന്നത്. അതേപോലെ പി ഓഫ് 0.8 വരുമ്പോൾ 5.505 ഇൻറ്റു 10⁻³ എന്നാണ് വരിക. ഇനി ഇതിൽ നിന്ന് നമ്മൾ ലാർജസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കണം. ലാർജസ്റ്റ് വാല്യൂ ഓഫ് തീറ്റ ഇത് നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും. ഇവിടെ 0.088 ആണ്, ഇത് 0.250 ആണ്, 0.11. ഇവിടെ ലാർജസ്റ്റ് ഏതാ? ഇവിടെ ഇൻറ്റു 10⁻³ ഉണ്ട്. ഇവിടെ 5 കണ്ടു എന്ന് ചോദിച്ചാൽ അതാണ് ആൻസർ എന്ന് വിചാരിക്കരുത്. 0.250 ആണ് ലാർജസ്റ്റ് ആയിട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ തീറ്റ ഓഫ് മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് 0.4 ആയിരിക്കും നമുക്ക് കിട്ടുക. ക്ലിയർ അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ മാക്സിമം ലൈക്ലിഹുഡ് എസ്റ്റിമേഷൻ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് എ പോസ്റ്റിരിയോറിയുടെ ക്വസ്റ്റ്യൻസ് ചെയ്യാം.